അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മൈനിങ് ഏരിയയാണ്. അതിൻ്റെ ഒരു ക്രെയിനാണ്. അപ്പോൾ ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ഗെയിമർ ഗോസ്റ്റ് 80, നിങ്ങളുടെ സ്വന്തം ഗോസ്റ്റ് തന്നെ. പുതിയതായിട്ടെത്തിയ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് തന്നെ കാണുക. നമ്മൾ എപ്പിസോഡ് നമ്പർ 3 ആണിത്. അപ്പോൾ ഇന്ന് നമുക്കൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കി. നമ്മൾ ഓൾഡ് ഇതൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് ഒരു ഇത് ഉണ്ടാക്കണം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ ഇവിടെ ഇരുന്നിട്ട് ഇതുപോലൊരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്യൂട്ടിപ്പായി ഇതുപോലൊരെണ്ണം ഇവിടെ ബ്രീഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ഔട്ട്പുട്ട് വരുന്നതാ ഇവിടെയായിരുന്നു മീൻസ്. ഇപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് ആണ് മീൻസ്, വർക്കിംഗ് അല്ലാതല്ല, വർക്കിംഗ് ആണ്. ഒരാൾ വന്നിട്ടുണ്ട് അവിടെ. സോ അത് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് കയറി നോക്കാം. ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് ഇറങ്ങി പോയിട്ടില്ലല്ലോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് അവന്മാർ ഇറങ്ങി പോവാൻ പോയി. ഇവിടെ നിന്നാണ് എങ്ങനെ ഇവിടെ ഇറങ്ങിപ്പോകുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇവന്മാരിറങ്ങി ഹോളിൽ കൂടെ വന്ന് പോവുകയാണ് ഗൈസ്. അത് എങ്ങനെ മാറ്റണം എന്ന് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അത് എങ്ങനെ ഞാൻ മാറ്റും? ഇപ്പോൾ ഒരിടത്ത് കൂടെ ഇറങ്ങിയാൽ മറ്റേ വശത്ത് കൂടെ ഇറങ്ങിപ്പോവും. ഇങ്ങനെയാണ് ഇവന്മാർ. പിന്നെ നമുക്കൊരു ഫുഡ് ഫാം കൂടെ ഉണ്ടാക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്കൊരു ക്രോപ്പ് ഫാം ഉണ്ടാക്കണം. കുറേ പണിയുണ്ട് കേസ് ഇവിടെ. ഒരു മനുഷ്യനുണ്ട്, കുറേ പണികളും ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഉണ്ടെന്നാൽ നമ്മൾ വന്ന കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് മൈനിങ് ചെയ്ത് പോകാം കേസ്. നമ്മുടെ സ്കെലിട്ടൺ ഉണ്ട് ഇവിടെ. സ്കെലിട്ടണിനെ എങ്ങനെയെങ്കിലും നമുക്ക് തീർക്കണം. ഇവൻ്റെ അടി കൊണ്ട് തന്നെ ചാവും. ഓക്കെ, അവൻ്റെ അടിയും കൊണ്ട് തന്നെ അവൻ ചത്തിട്ടുണ്ട്. ചാവ് പൊട്ട്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ കേബിൾ ഇത്രയും വരെ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചത്തേനെ. നമ്മൾ ഭയങ്കര പ്രോ ആയതുകൊണ്ട് നമുക്കിങ്ങനെയൊക്കെ പോവാം. കാക്ക് പറഞ്ഞുകൂടാ, പക്ഷേ ഞാനൊരു വലിയ നൂബാണ്. എല്ലാവർക്കും അറിയാതൊന്നും ഇരിക്കില്ല, എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര നൂബാണ്. നമുക്ക് ഓഫ് ഹാൻഡ് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, ഓഫ് ഹാൻഡ് വയ്ക്കാൻ പറ്റത്തില്ല. സ്ലൈം ചങ്കാ ഇത്. ഞാൻ ചാവുമെന്നാ തോന്നുന്നത് നൈസായിട്ട്. എണ്ണത്തിനും തീർത്ത്, എല്ലാ എണ്ണത്തിനും തീർത്ത്. ഞാൻ എല്ലാ എണ്ണത്തിനും തീർത്ത്. ഇവിടെ ഫുള്ളായണാണ്. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഓടി ഇവിടെ മൊത്തം അങ്ങ് ലൈറ്റ് ചെയ്യാണ്. പിന്നെ ലൈറ്റ് ചെയ്യാൻ ഓടി വരണ്ട. ഇപ്പം തന്നെ ലൈറ്റ് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ചെയ്യാൻ ഓടി വരണ്ട. ആൻഡ് ഇനി ഇതങ്ങ് മൈൻഡ് ചെയ്തെടുക്കാം. ഇന്ന് തന്നെ നമുക്ക് അയൺ ആർമർ ആവാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇത് ലൂട്ട് കണ്ടിട്ട് ഇന്ന് തന്നെ നമുക്ക് അയൺ ആർമർ ആവാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെയിൻ കംപ്ലീറ്റ് ആവും. ആൻഡ് അപ്പോൾ ഇവിടുത്തെ ഉള്ള ഒട്ടുമിക്ക വെയിൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി അങ്ങോട്ടാണുള്ളത്. സോ നമുക്ക് കുറച്ച് സ്ലൈം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ആർമർ സെറ്റ് ഉണ്ടാക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വീട്ടിലും കുറച്ചൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ നൈസിൽ ചെറുതായിട്ട് ചത്തായ നൈസിൻ്റെ ഇടയ്ക്ക് വെച്ച് ആരോടും പറയണ്ട. നമ്മൾ നൈസ്. ഇത് ജിയോയിഡല്ലേ? ജിയോയിഡാണോ? ആണ്. അങ്ങനെ നമ്മൾ ജിയോയിഡ് കണ്ടെത്തിയിട്ടുണ്ട്. ജിയോയിഡ് കിട്ടി. ഓക്കെ, ഇതും കിട്ടി, ഇത് കിട്ടി, ഇതും കിട്ടി, ഇത് കിട്ടും. കിട്ടിയില്ല, ഇത് കിട്ടി. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു 24 അമത്തിസ്റ്റ് ജിയോയിഡ് കിട്ടിയിട്ടുണ്ട്. അമത്തിസ്റ്റ് എന്ന് അങ്ങനെയല്ലേ എന്നെ പറയുന്നത്. ജിയോയിഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
ഇനി ബാക്കി നമുക്ക് ലൈറ്റ് ചെയ്യണം. ആൻഡ് ഇങ്ങോട്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ടോ? നമ്മൾ വിട്ടേ പോയി ഈ അയണ്ട കാര്യം. ഇവിടുത്തെ കഴിഞ്ഞ് ഇനി താഴോട്ട് ഇറങ്ങാവുണ്ട്. അത്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു, ബട്ട് ഞാൻ ചാടി എടുത്തു. ഡീപ്പ് സ്ലേറ്റിൻ്റെ ലെവലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫൈനലി ഡീപ്പ് സ്ലേറ്റിൻ്റെ ലെവലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാനായിട്ട് സുഖമായി. ഡീപ്പ് സ്ലേറ്റിൻ്റെ ലെവൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ മൈൻഡ് ചെയ്തിട്ട് നമുക്ക് 34 സ്റ്റാക്ക് 34 അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതൊരു നല്ല കാര്യമാണ്. 34 ആണ്, നല്ല കാര്യമാണ്. 34 ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നോളൂ ഗൈസ്. എന്നിട്ട് എനിക്ക് 34 അയൺ കിട്ടി. അത് നല്ല കാര്യമാണ്. ഇതൊരു വെരി വെരി ഗുഡായി. ഇവിടെ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ാണ് മൈനിങ് എന്ന് വെച്ചാൽ ഞാൻ രാത്രിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ എനിക്ക് മര്യാദയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ നാളെ രാവിലെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ നാളെ രാവിലെ റെക്കോർഡ് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ പോകണം. അല്ലെങ്കിൽ എനിക്ക് വഴി അറിയാതെ ഞാൻ ഇവിടെ കിടന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പുറത്തെത്തി കഠിന മഴയാണ് ഇവിടെ. അപ്പോൾ ഗോയ്സ് നമ്മുടെ ഫുള്ള് അയൺ ആർമർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ അയൺ ആർമർ ആവുന്നതായിരുന്നു. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഫുൾ ആ ക്രെയിൻ ഉണ്ടാക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും.